ഹായ് ഹലോ എല്ലാവർക്കും AVS അക്കാഡമിയുടെ യൂട്യൂബ് ചാനലായ പ്രിയാസ് സിവിൽ സ്റ്റഡീസ് സർക്കിളിലേക്ക് സ്വാഗതം. നമ്മൾ PYQs കണ്ടിന്യൂ ചെയ്യാണ്. നമുക്കറിയാം നമുക്ക് അതിനൊക്കെ കുറച്ച് ക്ലാസ്സുകളായിട്ട് PYQ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ടോപ്പിക്കുകളും അതായത് പൊളിറ്റി, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമി അങ്ങനെ എല്ലാ സബ്ജക്റ്റിന്റെയും PYQs നമ്മൾ നോക്കുന്നുണ്ട്. അതായത് 2014 മുതൽ 2024 വരെയുള്ള UPSCയുടെ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പൊളിറ്റിയുടെ 2021 മുന്നത്തെ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ 2014 മുതലുള്ള എല്ലാ വർഷത്തിലെയും PYQ നമ്മൾ നോക്കി പൊളിറ്റിയുടെ. അതേപോലെ തന്നെ മറ്റ് സബ്ജക്റ്റിന്റെയും PYQs നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം എപ്പോഴും തിങ്കളാഴ്ചയും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. അപ്പം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഞെക്കുക, ഷെയർ ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. നമ്മൾ PYQs മാത്രമല്ല KAS ഇപ്പൊ നിങ്ങൾക്കറിയാം നോട്ടിഫിക്കേഷൻ വന്നു. അപ്പം KASനുള്ള ക്ലാസ് നമ്മൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ UPSCയുടെ ഫൗണ്ടേഷൻ ബാച്ചിനുള്ള ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അതായത് +2, +1, +2 സ്കൂൾ ലെവലുള്ള അല്ലെങ്കിൽ കോളേജ് പഠിക്കുന്നവർക്കുള്ള ഫൗണ്ടേഷൻ ബാച്ച് നമ്മൾ നടക്കുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ളവര് ഇതിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നിങ്ങളുടെ നമ്മൾ പൊളിറ്റിയുടെ UPSC പ്രീവിയസ് ഇയർ നമ്മൾ മുന്നിൽ ഒരുപാട് ക്ലാസ് നോക്കിക്കഴിഞ്ഞു. നമ്മൾ 2021 നോക്കാൻ പോകുന്നത്. ഓക്കെ, UPSC പ്രിലിംസ് 2021. അപ്പം ഇത്തവണ 2021 ഏകദേശം 18 ക്വസ്റ്റിനോളം എന്താണ് പൊളിറ്റിന്ന് വന്നിട്ടുണ്ട്. കുറച്ച് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. എന്നാലും പൊളിറ്റി നമുക്ക് നോക്കുമ്പോൾ ഒരു 18 ക്വസ്റ്റിനോളം എന്താ പൊളിറ്റിന്ന് മാത്രമുണ്ട് 2021. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അധികം വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഇത്തവണ കുറവായിരുന്നു, 2021 കുറവായിരുന്നു. നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അണ്ടർ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് വയലേറ്റ്സ്. കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് എന്താണ്? അതായത് കുറച്ച് ആൾക്കാരുടെ കയ്യിൽ മാത്രം ഈ പണവും സമ്പാദ്യമൊക്കെ കുന്നുകൂടുന്നത്. അതായത് ചിലർ മാത്രം എന്താ വളരെ ചുരുക്കം ആളുകളുടെ കയ്യിൽ മാത്രം ഒരുപാട് പണവും സമ്പത്തൊക്കെ ഉണ്ടാവും. ബാക്കി മെജോറിറ്റി ആൾക്കാരും ദരിദ്രരായിട്ട് ഉണ്ടാവുക. ആ ഒരു അവസ്ഥയാണ് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്നത്. അതെന്താണ് വയലേറ്റ് ചെയ്യുന്നത്? റൈറ്റ് ടു ഇക്വാലിറ്റി ആണോ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആണോ? റൈറ്റ് ടു ഫ്രീഡം ആണോ? കൺസെപ്റ്റ് ഓഫ് വെൽഫെയർ ആണോ? ഇതിലേതാണ്? ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്താണ്? പൊളിറ്റിക്കൽ റൈറ്റ് നമുക്ക് നൽകുന്നത് എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണല്ലേ. അതുപോലെ നമ്മുടെ സോഷ്യൽ എക്കണോമിക് റൈറ്റ്സ് നൽകുന്നത് എന്താണ്? DPSP ആണ്. എന്താണ്? DPSP. സോറി, പെൻ ടാബ് വർക്ക് ചെയ്യാത്തതുകൊണ്ട് മൗസ് കൊണ്ടാണ് എഴുതുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ. ഓക്കെ, DPSP അതാണ് റൈറ്റ് ആൻസർ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. എന്താണ് DPSP എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് കഴിഞ്ഞ മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ ആർട്ടിക്കിൾ ഏതൊക്കെയാണ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആർട്ടിക്കിൾ എത്രയാ? DPSP ആർട്ടിക്കിൾ എവിടെന്നില്ല 36 to 51 വരെയാണ് എന്ത് DPSP ആർട്ടിക്കിൾ വരുന്നത്. അത് ഏത് പാർട്ടാണ്? പാർട്ട് 4 ആണ്. ഓക്കെ, മറക്കരുത്, ഒരിക്കലും മറക്കരുത്, പാർട്ട് 4 ആണ്. ഇനി DPSPന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണ്? ജസ്റ്റീഷ്യബിൾ ആണോ? അതായത് എന്താ ലോ വഴി എൻഫോഴ്സ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അതെന്താണ്? DPSP എന്ന് പറയുന്ന ഒരു അഡ്വൈസ് പോലെയാണ്. അതായത് അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഗവൺമെന്റ് പാലിക്കണം എന്നൊരു നിർബന്ധമില്ല. ഗവൺമെന്റിന് വേണമെങ്കിൽ DPSPയിൽ പറഞ്ഞ കാര്യങ്ങൾ പാലിച്ചാൽ മതി. ഗവൺമെന്റിന് ഒരു അഡ്വൈസ്, ഒരു മോറൽ ആയിട്ടുള്ള അഡ്വൈസ് അത്രേ ഉള്ളൂ. അത് ഗവൺമെന്റ് കണക്കിലെടുക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, എനിക്ക് DPSPയിൽ പറഞ്ഞ കാര്യം നടന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കോടതിയിൽ പോകാനോ ഗവൺമെന്റിനെതിരെ കേസ് കൊടുക്കാനോ പറ്റില്ല. ഓക്കെ, അത് ഓർത്ത് വെക്കാം. ഈ കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് എന്തിനാണ് വയലേറ്റ് ചെയ്യുന്നത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. ഓക്കെ, ഓർത്ത് വെക്കുക. പൊളിറ്റിക്കൽ റൈറ്റ് നൽകുന്നതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. സോഷ്യൽ ആൻഡ് എക്കണോമിക് റൈറ്റ്സ് നൽകുന്ന ആരാണ്? DPSP ആണ്. ഈ കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്നത് എക്കണോമിക് ആയിട്ട് ബന്ധപ്പെട്ടാണല്ലോ. അതുകൊണ്ട് ആൻസർ DPSP ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇപ്പൊ DPSP ഓർത്ത് വെക്കുക. എന്താണ് എൻഷുർ ചെയ്യുന്നത്? DPSP എന്താ എൻഷുർ ചെയ്യുന്നത്? എക്കണോമിക്, സോഷ്യോ എക്കണോമിക് ജസ്റ്റിസ് ആണ് DPSP എൻഷുർ ചെയ്യുന്നത്. ഓക്കെ, ഇന്ത്യൻ വെൽഫെയർ സ്റ്റേറ്റ് ആക്കി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി വെൽഫെയർ സ്റ്റേറ്റ് ആ വാക്ക് യൂസ് ചെയ്യുക, ഓർത്ത് വെക്കുക. വെൽഫെയർ സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ അത് DPSP ആയിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം ഇന്ത്യൻ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആക്കാൻ വേണ്ടി കൊണ്ടുവന്ന കുറെ കാര്യങ്ങളാണ് ഇത് DPSP.
ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് റൈറ്റ് ടു പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ? എന്താണ് റൈറ്റ് ടു പ്രോപ്പർട്ടി ഇപ്പോഴത്തെ പൊസിഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ, നമ്മുടെ ഭരണഘടനയിൽ? റൈറ്റ് ടു പ്രോപ്പർട്ടി, ഓക്കെ, പ്രോപ്പർട്ടിക്കുള്ള റൈറ്റ് എന്താണ്? അത് എന്ത് റൈറ്റ് ആണ് ഇപ്പം? ലീഗൽ റൈറ്റ് അവൈലബിൾ ടു സിറ്റിസൺ ഓൺലി, ലീഗൽ റൈറ്റ് അവൈലബിൾ ടു എനി പേഴ്സൺ, ഫണ്ടമെന്റൽ റൈറ്റ് അവൈലബിൾ ടു സിറ്റിസൺ ഓൺലി, നൈദർ ഫണ്ടമെന്റൽ റൈറ്റ് നോർ ലീഗൽ റൈറ്റ്. പണ്ട് എന്തായിരുന്നു ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി? ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. ഇപ്പോഴല്ല, പണ്ട്, മുന്നേ. നമ്മുടെ 44ാമത്തെ അമെന്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 44th അമെന്റ്മെന്റ്, ഐ തിങ്ക് 1978 1978 44ാമത്തെ അമെന്റ്മെന്റ് എന്ത് ചെയ്തു? ഈ റൈറ്റ് ടു പ്രോപ്പർട്ടിനെ ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്ന് എടുത്ത് ഒഴിവാക്കി. അതോട് കൂടി എന്താണ്, റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ലാതായി. പക്ഷെ അത് ലീഗൽ റൈറ്റ് ആണോ? അതെ, അത് ലീഗൽ റൈറ്റ് ആണ്. ഇനി നമുക്ക് നോക്കണം, എന്താണ്, സിറ്റിസന് മാത്രമേ റൈറ്റ് ടു പ്രോപ്പർട്ടി ഉള്ളൂ, അതോ എല്ലാവർക്കും റൈറ്റ് ടു പ്രോപ്പർട്ടി അവൈലബിൾ ആണോ? റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് എ ലീഗൽ റൈറ്റ് അവൈലബിൾ ടു എനി പേഴ്സൺ. അതാണ് ശരി ഉത്തരം, ഓപ്ഷൻ ബി ആണ്. അതായത് ഇന്ത്യൻ സിറ്റിസൺ ആയ ഒരു വ്യക്തിക്കും ഇന്ത്യൻ സിറ്റിസൺ അല്ലാത്തൊരു വ്യക്തി, അതായത് ഇന്ത്യയിൽ വന്ന് താമസിക്കുന്ന ഒരു ഫോറിനർ ആയിക്കോട്ടെ, അവർക്കും എന്താണ്, റൈറ്റ് ടു പ്രോപ്പർട്ടി അവകാശമുണ്ട്. ഓക്കെ, അത് ഓർത്ത് വെക്കുക. അവൈലബിൾ. അപ്പൊ റൈറ്റ് ടു പ്രോപ്പർട്ടി ആലോചിക്കേണ്ട മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത്, ഒരിക്കൽ ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. 1978 44ാമത്തെ അമെന്റ്മെന്റ് വഴി എന്താണ്, അതിനെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്ന് റിമൂവ് ചെയ്തു. ഓക്കെ, എത്രാമത്തെ അമെന്റ്മെന്റ് ആണ്? 44th. ഓക്കെ, ഇനി റൈറ്റ് ടു പ്രോപ്പർട്ടി ആർട്ടിക്കിൾ ഏതാണ്? അത് ഓർത്ത് വെക്കുക. ആർട്ടിക്കിൾ 300A. ഓക്കെ, പെൻ ടാബ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ. ഓക്കെ, ആർട്ടിക്കിൾ 300A ആണെന്ത്, റൈറ്റ് ടു പ്രോപ്പർട്ടിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഇറ്റ് ഈസ് എ ലീഗൽ റൈറ്റ് അവൈലബിൾ ടു എനി പേഴ്സൺ, അതായത് സിറ്റിസണും നോൺ സിറ്റിസണും, ഇന്ത്യൻ സിറ്റിസൺ ആയ വ്യക്തിക്കും ഇന്ത്യൻ സിറ്റിസൺ അല്ലാത്ത വ്യക്തിക്കും എന്താണ്, റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന ലീഗൽ റൈറ്റ് ഉണ്ട്. ഓക്കെ, അത്ര ഓർത്ത് വെക്കാം. ഇനി, വാട്ട് വാസ് ദ എക്സാക്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ഓഫ് ഇന്ത്യ ഓൺ 26 ജാനുവരി 1950? നമ്മുടെ 1950 ജാനുവരി 26 എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് ഇനാക്ട് ചെയ്തു അല്ലെ? അത് കൊണ്ടുവന്നത് നവംബർ 26 അതങ്ങനെ ഇനാക്ട് ചെയ്തപ്പോഴാണ് ജാനുവരി 26. അതായത് ഇനാക്ട് മീൻസ് പ്രാബല്യത്തിൽ വന്നത്, കെയിം ഇൻ ടു ഫോഴ്സ് എന്ന് പറയില്ലേ, അത് ജനുവരി 26 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പൊ ആ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന സമയത്ത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് എന്തായിരുന്നു എന്നാണ് ചോദ്യം. വെറും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നായിരുന്നോ, സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നായിരുന്നോ, സോവറിൻ സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നായിരുന്നോ, അതോ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നായിരുന്നു? നിങ്ങൾ ഓർത്ത് വെക്കുക, ഇപ്പം നമ്മുടെ രാജ്യത്തിന്റെ ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് എന്താണ്? നമ്മുടെ രാജ്യം ഒരു സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ്. അതായത് ഇപ്പോൾ നിലവില് സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ്. ഇതെവിടെയാ പറഞ്ഞിരിക്കുന്നത്? പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുണ്ടല്ലേ ഈ ഒരു സംഭവം. എന്നാൽ 1950 ജനുവരി 26 എന്തായിരുന്നു നമ്മുടെ സ്റ്റാറ്റസ്? ഓർത്ത് വെക്കുക, 1950 ജനുവരി 26 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് എന്തായിരുന്നു? ഓപ്ഷൻ ബി ആണ്, സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് മാത്രമായിരുന്നു. ഒരു സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് മാത്രമായിരുന്നു എന്ത്, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ്. പിന്നീട് എപ്പോഴാണ് ചേഞ്ച് വന്നത്? വളരെ ഇമ്പോർട്ടന്റ്, ഓർത്ത് വെക്കുക, 1976 42ാമത്തെ അമെന്റ്മെന്റ്, 42nd അമെന്റ്മെന്റ്. ഓക്കെ, 42nd അമെന്റ്മെന്റിലാണ് എന്ത്, പുതിയ 3 വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഏതൊക്കെയാ പുതിയ 3 വാക്ക്? ഒന്ന് സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ, രണ്ടെണ്ണം സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ, അതായത് നമ്മുടെ സ്റ്റാറ്റസ് സോഷ്യലിസ്റ്റ് സെക്യുലർ. പിന്നെ ഒരു ടേം കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്താണ്? ഇന്റഗ്രിറ്റി എന്നുള്ളൊരു വാക്ക് കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം ഈ സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നുള്ള വാക്ക് വന്ന എപ്പോഴാണ്? 1976. 1950 സമയത്ത് എന്താണ്, ഇത്രയേ ഉള്ളൂ, സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നേ ഉള്ളൂ. പക്ഷെ 1976 42nd അമെന്റ്മെന്റിലൂടെ എന്ത് വന്നു? സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നുള്ള വാക്കുകൂടെ വന്നു. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും, അത് ഓർത്ത് വെക്കാം. നെക്സ്റ്റ്, 4th ക്വസ്റ്റ്യൻ, കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് മീൻസ്. ഇതിന് മുന്നേ നമ്മൾ PYQ വേറൊരു വർഷം ചെയ്തപ്പം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. എന്താണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ്? എ റെപ്രസെന്റേറ്റീവ് ഗവൺമെന്റ് ഓഫ് എ നേഷൻ വിത്ത് ഫെഡറൽ സ്ട്രക്ചർ, എ ഗവൺമെന്റ് whose head enjoys nominal powers, a government whose head enjoys real powers, a government limited by the terms of the constitution.
നമ്മുടെ രാജ്യം എന്താണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഗവൺമെന്റ് ആണോ? അതെ അല്ലേ? ഇതിൽ ഏതാണ് ഓപ്ഷൻ വരുന്നത്? സിമ്പിൾ ആണ്. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. എ ഗവൺമെന്റ് ലിമിറ്റഡ് ബൈ ദ ടേംസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് ഗവൺമെന്റിന് തോന്നുന്ന പോലെ എന്തും ചെയ്യാൻ പറ്റില്ല. ഗവൺമെന്റ് എന്ത് ചെയ്യണം, എങ്ങനെ നിയമം പാസ്സാക്കണം, എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾസ്, ലോസ്, ഇതൊക്കെ എവിടെയാണ്? കോൺസ്റ്റിറ്റ്യൂഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എന്താ ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗവൺമെന്റിന്റെ പവർ ലിമിറ്റ് ചെയ്യുന്നത് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്ന ആരാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതനുസരിച്ച് എന്താണ് ഗവൺമെന്റ് എന്തും ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഭരണഘടനയ്ക്കെതിരായിട്ട് എന്താണ് ഒരു നിയമം കൊണ്ടുവരാൻ പോലും എന്താണ് ഗവൺമെന്റിന് പറ്റില്ല. ഓക്കെ, അപ്പം ഗവൺമെന്റ് ലിമിറ്റഡ് ബൈ ദ ടേംസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത്? കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ്. ഓക്കെ, കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. അതിന്റെ അപ്പുറത്തേക്ക് എന്താണ് ഒന്നും ചെയ്യാൻ ഗവൺമെന്റ് പറ്റില്ല. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അഞ്ചാമത്തത്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇൻ റെസ്പെക്ട് ഓഫ് ഭാരത് രത്ന ആൻഡ് പത്മ അവാർഡ്സ്. ഭാരത് രത്നയും പത്മ അവാർഡ്. പത്മ അവാർഡ്സ് എന്തൊക്കെയാണ്? നമ്മുടെ പത്മഭൂഷൺ, പത്മശ്രീ ഒക്കെ, പത്മവിഭൂഷൺ ഒക്കെ ഇല്ലേ അത്. അപ്പം നോക്കിയാൽ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഭാരത് രത്ന ആൻഡ് പത്മ അവാർഡ്സ് are titles under the Article 18(1) of the Constitution of India. Padma Award, which were instituted in the year 1954, was suspended only once. The number of Bharat Ratna awards is restricted to a maximum of 5 in a particular year. Which of the above statements are not correct? നിർബന്ധമായും ശ്രദ്ധിക്കുക, നോട്ട് കറക്റ്റ് ആണ്. ഇതുവരെ കറക്റ്റ് ആണ് ചോദിച്ചിരുന്നത്, ഇപ്പൊ നോട്ട് കറക്റ്റ് ആണ്. ഇതിൽ ഏതൊക്കെയാണ് തെറ്റുന്ന ചോദ്യം? എന്താണ് ആർട്ടിക്കിൾ 18(1)? നിങ്ങൾക്കറിയാം, ആർട്ടിക്കിൾ 14 മുതൽ ആർട്ടിക്കിൾ 32 വരെ എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അപ്പൊ ഈ ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റിൽ വരുന്നതാണ്. ഓക്കെ, എന്താണ് ആർട്ടിക്കിൾ 18(1)? ഈ ടൈറ്റിൽസുമായിട്ട് ബന്ധപ്പെട്ടാണ് ആർട്ടിക്കിൾ 18 അല്ലേ? അപ്പൊ എന്താണ് 81? എന്താണ്? നോ ടൈറ്റിൽ നോട്ട് ബീങ് എ മിലിറ്ററി ഓർ അക്കാഡമിക് ഡിസ്റ്റിങ്ഷൻ ഷാൽ ബി കൺഫേർഡ് ബൈ ദ സ്റ്റേറ്റ്. അതായത് ഒരു വ്യക്തിക്ക് ഒന്നെങ്കിൽ എന്തെങ്കിലും മിലിറ്ററി ടൈറ്റിൽ ആയിരിക്കണം, അതല്ലെങ്കിൽ എന്തെങ്കിലും അക്കാഡമിക്, ഡോക്ടർ, അങ്ങനെ അക്കാഡമിക് ടൈറ്റിൽ ആയിരിക്കണം. അതല്ലാതെ വേറെ ഒരു ടൈറ്റിലും സ്റ്റേറ്റ്, അതായത് ഗവൺമെന്റ് ഒരു വ്യക്തിക്ക് നൽകാൻ പാടില്ല. ഓക്കെ, ഗവൺമെന്റ് ഒരു വ്യക്തിക്ക് എന്താ ഒരു ടൈറ്റിൽ കൊടുക്കാൻ പാടില്ല. ഓക്കെ, മിലിറ്ററി ടൈറ്റിൽ ഉണ്ടാവാം, അത് ക്യാപ്റ്റൻ, അങ്ങനെയൊക്കെ ഒരു ടൈറ്റിൽ ഉണ്ടാവും. അല്ലെങ്കിൽ അക്കാഡമിക് ആയുള്ള ടൈറ്റിൽ ഉണ്ടാവും. എന്താണ് അഡ്വക്കേറ്റ്, ഡോക്ടർ, അങ്ങനെ ടൈറ്റിൽസ് ഉണ്ടാവും. അതല്ലാതെ സ്റ്റേറ്റ്, അതായത് ഗവൺമെന്റ് എന്താണ് ഒരിക്കലും ഒരു വ്യക്തിക്ക് എന്താ ഒരു ടൈറ്റിൽ കൊടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ അതാണ് 18(1) പറയുന്നത്. അപ്പം ഈ ഭാരത് രത്നയും പത്മ അവാർഡ് പെടുവോ? ഇല്ല. ഓക്കെ, ഭാരത് രത്നയും അതുപോലെ പത്മ അവാർഡ് എന്താണ് 18(1)ൽ പറഞ്ഞ ടൈറ്റിൽസിൽ ഉള്ളിൽ എന്താണ് പെടുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതെന്താണ് ശരിക്കും? ഭാരത് രത്നയും പത്മ അവാർഡ്സ് എന്താണ്? സിവിലിയൻ ഓണേഴ്സ് ആണ്. സിവിലിയൻ ഓണേഴ്സ് ആണ്, അത് ടൈറ്റിൽ അല്ല. ഓക്കെ, അത് ടൈറ്റിൽ അല്ല, സിവിലിയൻ ഓണേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, പുറത്തേക്ക് ഭാരത് രത്നയും പത്മ അവാർഡ് എന്താണ്? അത് ഗവൺമെന്റ് കൊടുക്കുന്ന ടൈറ്റിൽസ് അല്ല. അതെന്താണ്? അത് സിവിലിയൻ ഓണേഴ്സ് ആണ്. അതായത് അവർ ചെയ്ത എക്സെപ്ഷണൽ സർവീസിന് വേണ്ടി, കല, സാഹിത്യം, സ്പോർട്സ്, പബ്ലിക് സർവീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ കൊടുത്തിട്ടുള്ള സർവീസിന് വേണ്ടി ഗവൺമെന്റ് കൊടുക്കുന്ന സിവിലിയൻ ഓണർ ആണെന്ത്? ഭാരത് രത്നയും പത്മ അവാർഡ്, അല്ലാതെ ടൈറ്റിൽ അല്ല. ഓക്കെ, അതുപോലെ തന്നെ സുപ്രീം കോടതിയും ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് എന്ത്? ഭാരത് രത്നയും പത്മ അവാർഡും ആർട്ടിക്കിൾ 18 പ്രകാരമുള്ള ടൈറ്റിൽസ് അല്ല എന്നുള്ളത്. ഓക്കെ, ഇനി രണ്ടാം സ്റ്റേറ്റ്മെന്റ്, പത്മ അവാർഡ്സ് വിച്ച് വർ ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദി ഇയർ 1954 were suspended only once. ഒറ്റ തവണയെ സസ്പെൻഡ് ചെയ്തുള്ളൂ എന്നാ പറയുന്നത്. ആണോ? എപ്പോഴാണ് ആദ്യമായിട്ട് പത്മ അവാർഡ്സ് ഇനീഷ്യേറ്റ് ചെയ്തത്? 1954 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എത്ര തവണ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അറിയോ? വൺസ് അല്ല, 3 ടൈംസ്. 3 ടൈംസ് ഉണ്ട്, 3 തവണ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എപ്പോഴൊക്കെയാണെന്നറിയോ? ഒന്ന് 1977 to 1980, അതായത് മൊറാർജി ദേശായി ഗവൺമെന്റ്, അതായത് നമ്മുടെ നാഷണൽ എമർജൻസിക്ക് ശേഷം മൊറാർജി ദേശായി ഗവൺമെന്റ് വന്നപ്പം അവർ ഇങ്ങനെ അവാർഡ് വേണ്ടാന്ന് പറഞ്ഞിട്ട് അതിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം 1993, 1987 കുറച്ച് ലീഗൽ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അത് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീണ്ടും പിന്നെ എപ്പോഴാണ്? പിന്നെ 1978 ഇതുപോലെ ഒരിക്കൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം
3 തവണയാണ് വന്നിരിക്കുന്നത്, ഒറ്റ തവണയല്ല. അപ്പൊ ആൻസർ തെറ്റാണ്, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി ദ നമ്പർ ഓഫ് ഭാരത് രത്നാസ് അവാർഡ്സ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു എ മാക്സിമം ഓഫ് 5 ഇൻ എ പെർട്ടിക്കുലർ ഇയർ. അതൊരു വർഷം 5 പേർക്കേ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. ശരിയാണോ? തെറ്റാണ്. 5 അല്ല. എത്രയാ? മാക്സിമം ഓഫ് 3 ആണ്. മാക്സിമം ഒരു വർഷം 3 പേർക്ക് എന്താണ് ഭാരത് രത്ന അവാർഡ് കൊടുക്കാൻ പാടുള്ളൂ, ഒരിക്കലും 5 അല്ല. ഓക്കെ, അപ്പൊ എന്താണ് ആൻസർ? ഇതും തെറ്റാണ്. അപ്പൊ ആൻസർ 1, 2, 3 ആണ്. നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചത്. അപ്പം ഓപ്ഷൻ ഡി 1, 2, 3. ഇനി അടുത്ത 6ാമത്തെ ചോദ്യം ജുഡീഷ്യൽ കസ്റ്റഡിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. വിത്ത് റെഫറൻസ് ടു ഇന്ത്യ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ജുഡീഷ്യൽ കസ്റ്റഡി മീൻസ് an accused in the custody of the concerned magistrate, and such accused is locked up in police station, not in jail. During judicial custody, the police officer in charge of that case is not allowed to interrogate the suspect without the approval of the court. ഇതിൽ ഏതാണ് കറക്റ്റ്? ഏതാണ് ചോദ്യം? എന്താണ് ജുഡീഷ്യൽ കസ്റ്റഡി? നമ്മൾ കേൾക്കാറില്ലല്ലേ കോടതി സിനിമയിലൊക്കെ പ്രതിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു എന്നൊക്കെ ഉള്ള. നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ജുഡീഷ്യൽ കസ്റ്റഡി മീൻസ് an accused is in the custody of the concerned magistrate, and such accused is locked up in the police station, not in jail. ആൻസർ ശരിയാണോ? തെറ്റാണ്. നേരെ തിരിച്ചാണ്. അതായത് ജുഡീഷ്യൽ കസ്റ്റഡി എന്ന് പറയുമ്പോൾ പോലീസ് സ്റ്റേഷന്റെ കസ്റ്റഡിയിലല്ല, അത് മജിസ്ട്രേറ്റിന്റെ കസ്റ്റഡിയിലാണ്. കസ്റ്റഡി ഓഫ് ദ കൺസേൺഡ് മജിസ്ട്രേറ്റ് ആണ്. ആ വ്യക്തിനെ പോലീസ് സ്റ്റേഷനിലല്ല വെക്കുക. എവിടെ വെക്കുക? ജയിലിലാണ് വെക്കുക. ഓക്കെ, നേരെ ജയിലിലേക്കാണ് അയക്കുക, അല്ലെ പോലീസ് സ്റ്റേഷന്റെ അകത്ത് അവരെ വെക്കില്ല. അപ്പൊ ജുഡീഷ്യൽ കസ്റ്റഡി എന്താണ്? അവിടുത്തെ കൺസേൺഡ് മജിസ്ട്രേറ്റിന്റെ കസ്റ്റഡിയിലായിരിക്കും. ആ വ്യക്തിനെ എവിടെയാണ് വെക്കുക? ജയിലിലായിരിക്കും, ഒരിക്കലും പോലീസ് സ്റ്റേഷനിലായിരിക്കില്ല. ഇപ്പം ഈ പോലീസ് സ്റ്റേഷനിൽ വെക്കുന്നത് എന്താ പറയാ? പോലീസ് കസ്റ്റഡി എന്നാ പറയാ. ഓക്കെ, ജുഡീഷ്യൽ കസ്റ്റഡി അല്ല. ജുഡീഷ്യൽ കസ്റ്റഡി ആണെങ്കിൽ ആ വ്യക്തിനെ ജയിലിലായിരിക്കും വെക്കുക. ഓർത്ത് വെക്കുക, പോലീസ് കസ്റ്റഡി ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിലും, ജുഡീഷ്യൽ കസ്റ്റഡി ആണെങ്കിൽ ജയിലിലും ആയിരിക്കും വെക്കുക. ഓക്കെ, എന്തിനാണത്? മജിസ്ട്രേറ്റിന് ഒരു കൺട്രോൾ ഉണ്ടാവും ആ പ്രതിന്റെ മേൽ, അതായത് ആ വ്യക്തിന്റെ മേൽ മജിസ്ട്രേറ്റിന് ഒരു, അതായത് ഒരു പോലീസുകാർക്ക് തോന്നിയവരെ എന്തും ചെയ്യാൻ പറ്റില്ല. അബ്യൂസ് ചെയ്യാൻ, ആ വ്യക്തിനെ അക്യൂസിനെ അബ്യൂസ് ചെയ്യാനോ അതിനൊന്നും പറ്റില്ല. കാരണം ജുഡീഷ്യൽ കസ്റ്റഡി എന്ന് പറഞ്ഞാൽ മജിസ്ട്രേറ്റിന്റെ ഒരു കൺട്രോൾ ഉണ്ടാവും. തോന്നുന്ന പോലെ പോലീസുകാർക്ക് ആ വ്യക്തിനെ അബ്യൂസ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പൊ അതാണ് ജുഡീഷ്യൽ കസ്റ്റഡിയുടെ പ്രത്യേകത. ഇനി രണ്ടാമത്തെ, ഡ്യൂറിംഗ് ജുഡീഷ്യൽ കസ്റ്റഡി ദ പോലീസ് ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദാറ്റ് കേസ് ഈസ് നോട്ട് അലൗഡ് ടു ഇന്ററോഗേറ്റ് ദ സസ്പെക്ട് വിത്തൗട്ട് ദ അപ്രൂവൽ ഓഫ് ദ കോർട്ട്. കോടതിയുടെ അപ്രൂവൽ ഇല്ലാതെ പോലീസ് ഓഫീസറിനെ ഇന്ററോഗേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ശരിയാണോ? ശരിയാണല്ലേ. ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ഒരു അക്യൂസിന് എന്താണ് പോലീസ് ഓഫീസറിന് നേരെ ചെന്ന് ഇന്ററോഗേറ്റ് ചെയ്യാൻ പറ്റില്ല, എന്താണ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. അതിന് കോടതിയുടെ അപ്രൂവൽ വേണം. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. പോലീസുകാർ എന്താണ് അതിപ്പോ ഏത് കേസ് അന്വേഷിക്കുന്ന പോലീസുകാരാണെങ്കിൽ പോലും ആ എന്താണ് കോടതിയുടെ അപ്രൂവൽ ഇല്ലാതെ പോയിട്ട് ആ വ്യക്തിയെ ക്വസ്റ്റ്യൻ ചെയ്യാനോ ഇന്ററോഗേറ്റ് ചെയ്യാനോ പറ്റില്ല. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 2 ഓൺലി 1 തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ അല്ലേ? ജുഡീഷ്യൽ കസ്റ്റഡി എന്താണ്? മെയിനായിട്ട് ജുഡീഷ്യൽ കസ്റ്റഡി ഉദ്ദേശം എന്താണ്? ഈ അക്യൂസിനെ പോലീസ് കൂടുതൽ ഹരാസ് ചെയ്യുകയോ അബ്യൂസ് ചെയ്യുകയോ ഒന്നും ചെയ്യാൻ പാടില്ല, മർദ്ദിക്കാനൊന്നും പാടില്ല. അതിനുവേണ്ടി ഒരു കോടതിയുടെ മജിസ്ട്രേറ്റിന്റെ പ്രൊട്ടക്ഷൻ, അതാണ് ജുഡീഷ്യൽ കസ്റ്റഡി. അവരെ പോലീസ് സ്റ്റേഷനിലല്ല വെക്കുക, ജയിലിലാണ് വെക്കുക. ഇനി അടുത്തത്, വിത്ത് റെഫറൻസ് ടു ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. വെൻ എ prisoner മേക്സ് ഔട്ട് എ സഫിഷ്യന്റ് കേസ്, parole cannot be denied to such prisoner because it becomes a matter of his or her right. State government has their own prisoners release on parole rules. ഇതേതാ ശരി? ഒന്ന് സിമ്പിൾ ആണ്, നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മനസ്സിലാവും. ശ്രദ്ധിച്ച് വായിച്ചാൽ ഈ ജയിലിൽ പരോൾ കൊടുക്കുക എന്ന് പറയുന്നത് അതൊരിക്കലും ആ വ്യക്തിന്റെ ഒരു ആ പ്രതിക്കുള്ള ഒരു റൈറ്റ് അല്ല. എനിക്ക് പരോൾ വേണം, അതിന്റെ റൈറ്റ് ആണ്, എന്താണ് ആ പ്രതിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അത് പരോൾ അതൊരു പ്രിവിലേജ് ആണ്. അത് അവർ ജയിലിലുള്ളവർക്ക് അല്ലെങ്കിൽ ഗവൺമെന്റിന് തോന്നിയിട്ട് കൊടുക്കുന്ന ഒരു സാധനമാണ് പരോൾ. അല്ലാതെ അവർക്ക് പരോൾ കൊടുക്കണം എന്നുള്ള ഒരു റൈറ്റ് അല്ല. അപ്പൊ ഇവിടെ എന്താണ് മാറ്റർ ഓഫ് ഹിസ് ഓർ റൈറ്റ് എന്നാ പറഞ്ഞത്. അപ്പൊ തെറ്റാണ്. ഓക്കെ,
ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പരോൾ കനോട്ട് ബി ഡിനൈഡ് എന്നാ പറയുന്നത്. എന്താ കാരണം? എന്താ? അതേ പ്രതിയുടെ റൈറ്റ് ആയതുകൊണ്ട് പരോൾ ഡിനൈ ചെയ്യാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാം ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം പരോൾ എന്ന് പറയുന്നത് എന്താണ്? അത് ആരുടെയും റൈറ്റ് ഒന്നുമല്ല, അത് ലീഗൽ റൈറ്റ് ഒന്നുമല്ല. അത് അവിടുത്തെ എന്താ ഒരു പ്രിവിലേജ്, അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെന്റ് അല്ലെങ്കിൽ അതോറിറ്റീസ് കൊടുക്കുന്ന ഒരു കൺസിഡറേഷൻ, അത്രേ ഉള്ളൂ. ഇനി സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഹാവ് ദെയർ ഓൺ പ്രിസണേഴ്സ് റിലീസ് ഓൺ പരോൾ റൂൾസ്. ശരിയാണോ? ഈ പരോള് ഇതൊക്കെ ഗവേൺ ചെയ്യുന്ന ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് റൂൾ ലോസ് ആണ്. അതായത് സെൻട്രൽ ഗവൺമെന്റ് നിയമമാണ് എന്ത് ഈ പരോളൊക്കെ ഗവേൺ ചെയ്യുന്നത്. എന്നാൽ അത് റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് റൂൾസ് ആണ്. ഓക്കെ, പുറത്തു വെക്കുക. സോറി, തെറ്റിപ്പോയി. പരോള് റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്? റെഗുലേറ്റ് ചെയ്യുന്നതും ആ ലോസ് ഉണ്ടാക്കിയ ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ലോസ് ഉണ്ടാക്കുന്നതും അത് റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ഞാൻ സെൻട്രൽ ഗവൺമെന്റ് എന്നാ പറഞ്ഞാൽ തെറ്റിപ്പോയതാ. ഓക്കെ, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് എന്ത് ഈ പരോളിന്റെ ലോസ് ഉണ്ടാക്കുന്നതും അത് റെഗുലേറ്റ് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്ന ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് സ്പെസിഫിക് ആയ റൂൾസ് ആണ്. അതായത് ഓരോ സ്റ്റേറ്റിനും ഓരോ റൂൾസ് ആയിരിക്കും, അവിടുത്തെ സ്റ്റേറ്റ് തീരുമാനിക്കുന്ന പോലെ. ഓക്കെ, അപ്പം ഇത് ശരിയാണ്. ഓപ്ഷൻ 2, സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാവ് ദെയർ ഓൺ ബിസിനസ് റിലീസ് ഓൺ പരോൾ റൂൾസ്. അപ്പൊ വീണ്ടും ഓപ്ഷൻ ബി, സോറി ഓപ്ഷൻ ബി. Okay, next question. At the national level, which ministry is the nodal agency to ensure effective implementation of Scheduled Tribes and Other Traditional Forest Dwellers Act 2006? ഇതിന് മുന്നേയും ഇതേ സെയിം ടോപ്പിക് ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആരാണ്? ഏത് മിനിസ്ട്രിയാണ് നോഡൽ ഏജൻസി? എന്തിന്റെ ഇംപ്ലിമെന്റേഷനാ? ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് അതർ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡ്വല്ലേഴ്സ് റെക്കഗ്നിഷൻ ഓഫ് ഫോറസ്റ്റ് റൈറ്റ് ആക്ട് 2006. ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന നോഡൽ ഏജൻസി ഏത് മിനിസ്ട്രിയാണ്? സിമ്പിൾ അല്ലേ? ഓപ്ഷൻ ഡി, മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ്. മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആണ് എന്ത് ഈ ഒരു ലോ ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ നോഡൽ ഏജൻസി. എന്തിനാണ് ഇങ്ങനെ ഒരു ലോ കൊണ്ടുവന്നത്? ഈ ഷെഡ്യൂൾഡ് ട്രൈബ്സ് അല്ലെങ്കിൽ അതർ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡെവലേഴ്സ് ഉണ്ടാവല്ലോ, അവരുടെ എന്താണ് ട്രഡീഷണൽ റൈറ്റ് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി കൊണ്ടുവന്ന ലോ ആണെന്ത് ഈ പറയുന്ന ലോ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതിനെ കുറിച്ച് കുറെ പറയാനുണ്ടാവും. നോക്കുമ്പോൾ നിങ്ങൾ നോക്കുക, 2006 ടോപ്പിക് ആണ്. കറണ്ട് അഫയേഴ്സിൽ വരുവാണെങ്കിൽ നോക്കിയാൽ മതി. നെക്സ്റ്റ്, 2006 വെച്ച് വിട്ടുകള, കാരണം ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് 2021 അപ്പൊ കറണ്ട് അഫയേഴ്സ് നോക്കുക. കറണ്ട് അഫയേഴ്സിൽ ഈ ഒരു ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റും ലോക്കൽ അതോറിറ്റീസും ഗ്രാമസഭയൊക്കെ എന്താണ് ഈ ഒരു ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ ഒരുപാട് വലിയ റോൾസ് വഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. ഇതിന് മറ്റൊരു പേരോട് പേരെന്താണ്? ട്രൈബൽ റൈറ്റ് ആക്ട് അല്ലെങ്കിൽ ട്രൈബൽ ലാൻഡ് ആക്ട് എന്നൊക്കെ പറയും. ട്രൈബൽ റൈറ്റ്സ് ആക്ട്, ട്രൈബൽ ആക്ട്, ലാൻഡ് ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അതും ഈ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് അതർ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡ്വല്ലേഴ്സ് ആക്ട് ആണ്. എപ്പോഴാണ് പാസ് ചെയ്തത്? 2006 ഡിസംബറിലാണ്. ഓക്കെ, അത് ഫോറസ്റ്റിലെ എന്താ ഫോറസ്റ്റ് ഡ്വെല്ലിംഗ് ആൾക്കാരുണ്ടാവില്ല അവർ, കാരണം ഫോറസ്റ്റിലെ എന്താ വരുമാനം കൊണ്ട് ചെറിയ ജീവിച്ചു പോകുന്നവര്, ഫോറസ്റ്റിന്റെ എന്താ ഫോറസ്റ്റ് വഴി ജീവിച്ചു പോകുന്ന ആൾക്കാരുണ്ടാവല്ലോ, അങ്ങനെയുള്ളവർക്ക് അവിടുത്തെ സ്ഥലത്തിന്റെയും അല്ലെങ്കിൽ അവിടുത്തെ റിസോഴ്സിന്റെ ഒക്കെ ഒരു അതോറിറ്റി കൊടുക്കുക, അവരുടെ റൈറ്റ് കൊടുക്കുക. അതാണ് ഈ ഒരു ആക്ട് ചെയ്യുന്നത്. കാരണം അവർ ജീവിക്കുന്നത് ഈ ഫോറസ്റ്റിനെ കാടിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ അവർക്ക് ആ ഒരു ലാൻഡിൽ അല്ലെങ്കിൽ അവിടുത്തെ റിസോഴ്സ് ഉണ്ടാവല്ലോ, ആ റിസോഴ്സിന്റെ ഒക്കെ ഒരു അതിന്റെ മേലുള്ള റൈറ്റ് അവർക്ക് നൽകുന്നതാണ് ഈ ഒരു ആക്ട്. ഓർത്ത് വെച്ചാൽ. നെക്സ്റ്റ്, എ ലെജിസ്ലേഷൻ which confers on the executive or administrative authority. A legislation which confers on the executive or administrative authority an unguided and uncontrolled discretionary power in the matter of application of law violates which one of the following articles of the Constitution of India? ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയേ. A legislation which confers on the executive or administrative authority an unguided and uncontrolled discretionary power in the matter of application of law violates which one of the following articles? അതായത് ഏതെങ്കിലും ഒരു നിയമം, ഏത് നിയമം ആയിക്കോട്ടെ, അതെന്താ ചെയ്യുന്നത്?
ഈ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ് ഉണ്ടാവല്ലോ, ബ്യൂറോക്രാറ്റ്സ് ആവാം, ഓക്കെ. അപ്പൊ അവർക്ക് എന്താണ് അൺകൺട്രോൾഡ് അല്ലെങ്കിൽ എന്താ ഒരു അൺഗൈഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള പവേഴ്സ് കൊടുക്കാന്ന് വിചാരിച്ചോ എന്തെങ്കിലും മാറ്ററിൽ. അപ്പൊ അത് ഏത് ആർട്ടിക്കിളിനെ വയലേറ്റ് ചെയ്യുന്ന ചോദ്യം. ആ നിയമം, അതായത് എന്താണ് ഈ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി ഉണ്ടല്ലോ, സപ്പോസ് ബ്യൂറോക്രാറ്റ്സ് അവർക്ക് അൺകൺട്രോൾഡ് അല്ലെങ്കിൽ അൺഗൈഡഡ് ആയിട്ടുള്ള ഡിസ്ക്രിഷണറി പവർ കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തിനെ വയലേറ്റ് ചെയ്യുന്നതാണ്, ഏത് ലോയിനെ വയലേറ്റ് ചെയ്യുന്നതാണ്? ആൻസർ ഉണ്ടോ ആർക്കെങ്കിലും? ആൻസർ ഓപ്ഷൻ എ ആണ്. ആർട്ടിക്കിൾ 14നെയാണ് വയലേറ്റ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 14. എന്താണ് ആർട്ടിക്കിൾ 14? നിങ്ങൾക്കറിയാം ആർട്ടിക്കിൾ 14 ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. എന്താണ് റൈറ്റ് ടു ഇക്വാലിറ്റി. റൈറ്റ് ടു ഇക്വാലിറ്റിയിൽ വരുന്ന ഫസ്റ്റ് ആർട്ടിക്കിൾ ആണ് എന്ത്? ആർട്ടിക്കിൾ 14. നിങ്ങൾക്കറിയാം റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ കുറെ ആർട്ടിക്കിൾ ഉണ്ട്. ആർട്ടിക്കിൾ 14 ഉണ്ട്, ആർട്ടിക്കിൾ 15 ഉണ്ട്, 16 ഉണ്ട്, 17 ഉണ്ട്. ഓക്കെ. അപ്പൊ അതിൽ വരുന്ന ഫസ്റ്റ് ഫണ്ടമെന്റൽ റൈറ്റ് ആണ് എന്ത്? ആർട്ടിക്കിൾ 14. എന്താണ് ഇത് പറയുന്നത്? രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഇക്വാലിറ്റി ബിഫോർ ദ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ. ഈ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇക്വാലിറ്റി ബിഫോർ ദ ലോയും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോയും. അപ്പൊ വിട്ടുപോയത് രണ്ടെണ്ണം എന്തൊക്കെയാണ്? ആർട്ടിക്കിൾ 14 പറയുന്നത് എന്തൊക്കെയാണ്? ഇക്വാലിറ്റി ബിഫോർ ദ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ബിഫോർ ദ ലോ. എന്താ അതിന്റെ ഉദ്ദേശം എന്താണ്? എല്ലാ ഇൻഡിവിജ്വൽസും മസ്റ്റ് ബി ട്രീറ്റഡ് ഈക്വലി ബൈ ദ ലോ ആൻഡ് ആർബിട്രറി ആക്ഷൻ ബൈ ദ എക്സിക്യൂട്ടീവ് ഓർ ലെജിസ്ലേച്ചർ ഈസ് പ്രൊഹിബിറ്റഡ്. അതായത് ഇവിടെ പറയുന്ന നേരെ ഓപ്പോസിറ്റ്. അതായത് എന്താ? ആർബിട്രറി ആക്ഷൻ ബൈ ദ എക്സിക്യൂട്ടീവ് ഓർ ലെജിസ്ലേച്ചർ ഈസ് പ്രൊഹിബിറ്റഡ്. എല്ലാവർക്കും എന്താണ്? എല്ലാവരും ഒരേപോലെ ഈക്വലി ആയിട്ട് ട്രീറ്റ് ചെയ്യണം. എന്ത് നിയമം? അതായത് എന്താണ്? എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ എന്താണ് ഈ ഡിസ്ക്രിഷണറി അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള പവർ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ. അപ്പൊ അത് വയലേറ്റ് ചെയ്യുന്നത് എന്താണ്? ആർട്ടിക്കിൾ 14 ആണ്. എന്താണ് രണ്ടെണ്ണം എന്ത് പറഞ്ഞത്? ഇക്വാലിറ്റി ബിഫോർ ദ ലോയും ഉണ്ട്, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോയും ഉണ്ട് അല്ലെ? എന്താണ് അത് രണ്ട് പാർട്ട്? എന്താണ് ഈ ഇക്വാലിറ്റി ബിഫോർ ദ ലോ എന്ന് പറയുന്നത്? എന്താ ഒരു നെഗറ്റീവ് കൺസെപ്റ്റ് ആണ്. ഇക്വാലിറ്റി ബിഫോർ ദ ലോ എന്താണ്? സ്റ്റേറ്റിന്റെ മുകളിൽ എന്താണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ലോ ആണ്. അതായത് ഗവൺമെന്റിനോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ലോ ആണ്. അതുകൊണ്ട് അത് നെഗറ്റീവ് കൺസെപ്റ്റ് ആണെന്നാണ് പറയാം. സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക, ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റിൽ വരും ഇതിന്റെ നെഗറ്റീവ് കൺസെപ്റ്റ്, പോസിറ്റീവ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി ബിഫോർ ദ ലോ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് കൺസെപ്റ്റ് ആണ്. എന്നാൽ അതേസമയം ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, എല്ലാവർക്കും ഈക്വൽ പ്രൊട്ടക്ഷൻ ലോ എന്ന് പറയുന്നത് എന്താണ്? അത് സ്റ്റേറ്റ് ഗവൺമെന്റ് അങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന ലോ ആണ്. ചെയ്യരുത് എന്ന് പറയുന്ന ലോ അല്ല, ചെയ്യണം എന്ന് പറയുന്ന ലോ ആണ്. എന്താണ്? എല്ലാവർക്കും ഈക്വൽ പ്രൊട്ടക്ഷൻ നൽകണമെന്ന് സ്റ്റേറ്റ് ഗവൺമെന്റിനെ കൊണ്ട് പറയുന്ന ലോ ആണ്. അപ്പൊ അതുകൊണ്ട് എന്താണ്? അത് പോസിറ്റീവ് ഇൻ ക്യാരക്ടർ ആണ്. ഓക്കെ. അപ്പൊ ഓർത്ത് വെക്കാം, ഇക്വാലിറ്റി ആർട്ടിക്കിൾ 14 രണ്ട് പാർട്ടായിട്ടുണ്ട്. എന്താണ്? ഇക്വാലിറ്റി ബിഫോർ ലോയും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയും. അതിൽ ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് കൺസെപ്റ്റും ഈക്വൽ പ്രൊട്ടക്ഷൻ ബിഫോർ ദ ലോ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് കൺസെപ്റ്റുമാണ്. ഓക്കെ, അറിഞ്ഞു വെച്ചാൽ മതി. ഇനി അടുത്ത് 10th ക്വസ്റ്റ്യൻ. Which one of the following in Indian polity is an essential feature that indicates that it is a federal in character? നമ്മുടെ ഇന്ത്യ എന്താണ്? യൂണിറ്ററി ആണോ ഫെഡറൽ ആണോ? നമ്മൾ ഏകദേശം രണ്ടും കൂടി ചേർന്നാണ്. നമുക്ക് യൂണിയൻ ഫീച്ചേഴ്സും ഉണ്ട്, ഫെഡറൽ ഫീച്ചേഴ്സും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്താണ് ഒരു കോസി ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു കോസി ഫെഡറൽ കൺട്രി എന്നൊക്കെ പറയാം. ഓക്കെ. അപ്പൊ നമുക്ക് എന്താ യൂണിയൻ ഫീച്ചേഴ്സ് ഉണ്ട്, ഫെഡറൽ ഫീച്ചേഴ്സ് ഉണ്ട്. അതെന്താ അതിൽ ചോദിച്ചെന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യൻ പൊളിറ്റി ഇസ് ആൻ എസെൻഷ്യൽ ഫീച്ചർ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇറ്റ് ഈസ് ഫെഡറൽ ഇൻ ക്യാരക്ടർ. നമ്മുടെ ഫെഡറൽ ഫീച്ചേഴ്സിലെ ഏറ്റവും എസെൻഷ്യൽ ഫീച്ചർ ഏതാണ്? നമ്മുടെ രാജ്യം ഒരു ഫെഡറൽ ഇൻ ക്യാരക്ടർ ആണെന്ന് കാണിക്കുന്ന ഏറ്റവും എസെൻഷ്യൽ ആയ ഫീച്ചർ ഏതാണെന്ന ചോദ്യം. ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി സേഫ് ഗാർഡഡ്, യൂണിയൻ ലെജിസ്ലേച്ചേഴ്സ് elected representative from constituent units, union cabinet can have elected representative from regional parties, the fundamental rights are enforceable by courts of law. ഇതിൽ ഏതാണ് ഫെഡറൽ ക്യാരക്ടർ? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫെഡറൽ ക്യാരക്ടർ ഏതാണ്? എസെൻഷ്യൽ ഫീച്ചർ എന്ന് ചോദിച്ചാൽ അത് കൂടുതൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫെഡറൽ ക്യാരക്ടർ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി ആണ്. ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി. നമ്മുടെ രാജ്യത്ത് എന്താണ് ജുഡീഷ്യറി ഇൻഡിപെൻഡന്റ് ആണ്. ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, അതായത് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ എന്താണ്
നമ്മുടെ ജുഡീഷ്യറിയുടെ കാര്യത്തിൽ കൈകടത്താൻ പറ്റില്ല. അത് സെപ്പറേറ്റ് ഒരു സംഭവം കിടക്കുകയാണ് അല്ലെ. ഇന്ത്യ മൊത്തം എന്താ ഒറ്റ നിയമമേ ഉള്ളൂ, അല്ലാതെ ഓരോ സ്റ്റേറ്റിനും ഓരോ നിയമമല്ല അല്ലെ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് ഫെഡറൽ സിസ്റ്റം എന്താണ്? ഏറ്റവും ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് ഫെഡറൽ സിസ്റ്റം എന്താണ് ഓർത്ത് വെക്കേ? ജുഡീഷ്യറി അല്ല, നമ്മുടെ ഫെഡറൽ സിസ്റ്റത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്ന് പറയുന്നത് അവിടെ എന്താണ്, കുറെ സ്റ്റേറ്റ് ആൻഡ് സ്റ്റേറ്റുകളും സെൻട്രലും ഉണ്ടാവുമല്ലോ, ഇവർ തമ്മിലുള്ള റിലേഷൻ, അതിന്റെ പ്രിൻസിപ്പിൾ ആണ് എന്ത്, ഒരു ഫെഡറൽ സിസ്റ്റത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു സെൻട്രൽ സ്റ്റേറ്റ് കോർപ്പറേഷൻ അല്ലെ. എന്നാൽ അതെപ്പോഴാണ് സാധ്യമാവുക? അത് സാധ്യമാവണമെങ്കിൽ ജുഡീഷ്യറി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ഒരു ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ഇല്ലെങ്കിൽ ഈ സെൻട്രൽ അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റേറ്റിന്റെ ഒരു കോർപ്പറേഷൻ ഒരിക്കലും എന്താണ് നല്ല രീതിയിൽ നടക്കില്ല. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ ഫെഡറൽ സിസ്റ്റത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ റിലേഷൻ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, പക്ഷെ അത് കൃത്യമായി നടക്കണമെങ്കിൽ എന്താണ്, ജുഡീഷ്യറി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് എസെൻഷ്യൽ ഫീച്ചർ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇറ്റ്സ് ഫെഡറൽ ഇൻ ക്യാരക്ടർ എന്ന് പറയുന്നത് എ ആണ്, ഓപ്ഷൻ എ. ഓക്കെ, ഇത് ജസ്റ്റ് നിങ്ങൾക്ക് സിമ്പിൾ ആയി വായിച്ചാൽ മനസ്സിലാവുന്നുള്ളൂ. ഈ ബാക്കി ഓപ്ഷൻസ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇത് തന്നെയായിരിക്കും ആൻസർ അല്ലേ. ഓക്കെ, പിന്നെ ഫെഡറൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, യൂണിറ്ററി ഫീച്ചർ എന്തൊക്കെയാണെന്ന് നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പൊ വീഡിയോസ് കാണാത്തവരും മുന്നത്തെ ക്ലാസ്സിലെ വീഡിയോസും കൃത്യമായിട്ട് കാണുക. ഓക്കെ, നെക്സ്റ്റ് 11. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിഫൈൻസ് ദ ടേം സ്റ്റേറ്റ്? എന്താണ് സ്റ്റേറ്റ്? ഞാനിപ്പോ ക്ലാസ്സിൽ തന്നെ ഒരുപാട് തവണ സ്റ്റേറ്റ് എന്നുള്ള ടേം യൂസ് ചെയ്തല്ലേ. എന്താണ് അപ്പൊ സ്റ്റേറ്റ്? ഇതിൽ ഏതാണ് ഈ സ്റ്റേറ്റ് എന്നുള്ള ടേമിന്റെ ഡെഫിനിഷൻ? എ കമ്മ്യൂണിറ്റി ഓഫ് പേഴ്സൺ പെർമനന്റ്ലി occupying a definite territory, independent of external control and possessing an organized government. A politically organized people of a definite territory and possessing an authority to govern them, maintain law and order, protect their natural rights, and safeguard their means of subsistence. A number of persons who have been living in a definite territory for a very long time with their own culture, tradition, and government. A society permanently living in a definite territory with a central authority, an executive responsibility to the central authority, and an independent judiciary. ഇതിൽ ഏതാണ് ഏറ്റവും ബെസ്റ്റ് ആൻസർ അറിയോ? ഓക്കെ, സ്റ്റേറ്റിലുള്ള ടേമിന്റെ ഡെഫിനിഷൻ എന്താ വരുന്നത്? ഓപ്ഷൻ എ ആണ്. എ കമ്മ്യൂണിറ്റി ഓഫ് പേഴ്സൺസ് പെർമനന്റ്ലി occupying a definite territory, independent of external control, and possessing an organized government. ഓക്കെ, അപ്പൊ ഈ ഒരു സെന്റൻസ് ഓർത്ത് വെക്കുക. ഇതാണ് സ്റ്റേറ്റ്. എന്താണ്? എ കമ്മ്യൂണിറ്റി ഓഫ് പേഴ്സൺസ് പെർമനന്റ്ലി occupying a definite territory. ഡെഫിനറ്റ് ടെറിട്ടറി നല്ല ശരിക്കും വരേണ്ടത് ഡിഫൈൻഡ് ടെറിട്ടറി. ഓക്കെ, ക്വസ്റ്റ്യൻ വന്നായിരിക്കും. ഓക്കെ, ഡിഫൈൻഡ് ടെറിട്ടറി കുറച്ച് ബെറ്റർ ടേം. ഓക്കെ, ഡിഫൈൻഡ് ടെറിട്ടറി. ഓക്കെ, കൃത്യമായി ഡിഫൈൻ ചെയ്തുള്ള ഒരു ടെറിട്ടറിയിൽ പെർമനന്റ് ആയിട്ട് occupy ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഓഫ് പേഴ്സൺ എന്താണ്, അവർക്ക് ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ്റ്റേണൽ കൺട്രോൾ, അതായത് മറ്റ് പുറത്തുനിന്ന് ആളുകളുടെ എന്താണ് എക്സ്റ്റേണൽ കൺട്രോൾ ഉണ്ടാവില്ല. ഓക്കെ, അവർക്ക് എന്താണ് ഒരു ഓർഗനൈസ്ഡ് ഗവൺമെന്റ് ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെയാണ് എന്ത് സ്റ്റേറ്റിന്റെ ബെസ്റ്റ് ഡെഫിനിഷൻ. ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കാം ഓപ്ഷൻ എ. ഒരു സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ 4 മെയിൻ പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഒന്ന് സോവർണിറ്റി, പോപ്പുലേഷൻ, ടെറിട്ടറി ആൻഡ് ഗവൺമെന്റ്. ഇവിടെ പറയുന്നുണ്ട്. അതായത് ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ്റ്റേണൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്താണത്? സോവർണിറ്റി ആണല്ലേ. ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ്റ്റേണൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ സോവർണിറ്റി ആണ്. പോപ്പുലേഷൻ, എ കമ്മ്യൂണിറ്റി ഓഫ് പേഴ്സൺസ്. ഓക്കെ, പിന്നെന്താ? ടെറിട്ടറി, ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ടെറിട്ടറി ഉണ്ടാവണം. പിന്നെന്താണ്? ഓർഗനൈസ് ആയിട്ടുള്ള ഗവൺമെന്റ് ഉണ്ടാവണം. ഈ 4 പോയിന്റ് കുറിച്ച് കഴിഞ്ഞാണ് എന്ത് സ്റ്റേറ്റ്. എന്തൊക്കെയാണ്? സോവർണിറ്റി, പോപ്പുലേഷൻ, ടെറിട്ടറി ആൻഡ് ഗവൺമെന്റ്. ഓക്കെ, ഓർത്ത് വെക്കാം. ഇനി വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ ജുഡീഷ്യറി, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. Any retired judge of the Supreme Court of India can be called back to sit and act as a Supreme Court judge by the Chief Justice of India with prior permission of the President of India. Okay, second point. A High Court in India has the power to review its own judgment as the Supreme Court does. ഇത് രണ്ടും ലക്ഷ്മികാന്ത് ഒക്കെ വായിച്ചവരാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, പൊളിറ്റിക്കൽ ലക്ഷ്മികാന്ത് ഒക്കെ വായിച്ചിട്ടുണ്ടാവില്ലേ? അപ്പൊ അതിൽ കൃത്യമായിട്ട് ഇതൊക്കെ പറയുന്നുണ്ട്. നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, എനി റിട്ടയർഡ് ജഡ്ജ്
of Supreme Court of India can be called back to sit and act as a Supreme Court judge by the Chief Justice of India with prior permission of the President of India. എന്താണ്? അതായത് സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ആയിപ്പോയ ജഡ്ജസ് ഉണ്ടാവല്ലോ, വേണമെങ്കിൽ അവരെ തിരിച്ചു വിളിക്കാമെന്നാണ് പറയുന്നത്. ആർക്ക്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക്. ആളുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ, പ്രസിഡന്റിന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ. ശരിയാണോ? ശരിയാണ്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് വേണമെങ്കിൽ റിട്ടയർ ആയി പോയ ഏതെങ്കിലും ജഡ്ജിനെ തിരിച്ചു വിളിക്കാൻ പറ്റും. എന്തിനാ സാധനം തിരിച്ചു വിളിക്കാം? ഒന്നെങ്കിൽ വർക്ക് ലോഡ് വളരെ കൂടുതലാണെങ്കിൽ, എന്തെങ്കിലും സ്പെസിഫിക് ആയുള്ള എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വർക്ക് ലോഡ് വളരെ കൂടുതലാണെങ്കിൽ എന്താണ്, അവിടെ ഓൾറെഡി ജഡ്ജസിന്റെ കുറവുണ്ടെങ്കിൽ എന്താണ്, ഇങ്ങനെ റിട്ടയർ ആയി പോയ ജഡ്ജസിനെ തിരിച്ചു വിളിക്കാൻ പറ്റും, ചീഫ് ജസ്റ്റിസിനെ. ഓക്കെ, പക്ഷെ അതിനെന്താണ്, പ്രസിഡന്റിന്റെ പെർമിഷൻ വേണം. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ, എ ഹൈക്കോർട്ട് ഇൻ ഇന്ത്യ has the power to review its own judgment as the Supreme Court does. ഹൈക്കോർട്ടിന് സ്വന്തം ജഡ്ജ്മെന്റ് റിവ്യൂ ചെയ്യാനുള്ള പവർ ഉണ്ടോ? അതായത് ഹൈക്കോടതി തന്നെ വിധിച്ച ജഡ്ജ്മെന്റ് റിവ്യൂ ചെയ്യാനുള്ള പവർ ഉണ്ടോ? അറിയില്ല ആർക്കെങ്കിലും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശരിയാണ്, ഹൈക്കോർട്ടിന് എന്താണ്, സ്വന്തം പവർ, എന്താണ്, സ്വന്തം ജഡ്ജ്മെന്റ് റിവ്യൂ ചെയ്യാനുള്ള പവർ ഉണ്ട്. എന്നാൽ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതെന്താ? എന്തുകൊണ്ടാ തെറ്റ്? ഇവിടെ വരെ ശരിയാണ്. ഹൈക്കോർട്ട് ഇൻ ഇന്ത്യ ഹാസ് ദ പവർ ടു റിവ്യൂ ഇറ്റ്സ് ഓൺ ജഡ്ജ്മെന്റ്. അത് ശരിയാണ്. ആസ് ദ സുപ്രീം കോർട്ട് ഡസ്. ഹൈക്കോർട്ടിന് റിവ്യൂ ചെയ്യാനുള്ള പവർ ഉണ്ട്. പക്ഷെ എന്താണ്, സുപ്രീം കോർട്ടിന് അത്രയില്ല. സുപ്രീം കോർട്ടിന് സ്വന്തം എന്താ ഈ റിവ്യൂ ചെയ്യാനുള്ള പവർ, ജഡ്ജ്മെന്റ് റിവ്യൂ ചെയ്യാനുള്ള പവറിന്റെ അത്രയും എന്താ ഹൈക്കോർട്ടിനില്ല. ഓക്കെ, ലിമിറ്റഡ് പവേഴ്സ് മാത്രം എന്താണ് അക്കാര്യത്തിൽ ഹൈക്കോർട്ടിനുള്ളൂ. അപ്പൊ ആസ് ദ സുപ്രീം കോർട്ട് ഡസ് എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പം ഈ ഒരു പാർട്ട് തെറ്റായതുകൊണ്ട് എന്താ, സ്റ്റേറ്റ്മെന്റ് തെറ്റായി. അപ്പൊ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, വൺ ഓൺലി. ഓക്കെ, ഓർത്ത് വയ്ക്കാം. ഹൈക്കോർട്ടിന് എന്താണ്, സ്വന്തം പവർ റിവ്യൂ ചെയ്യാം, പക്ഷെ അത് ലിമിറ്റഡ് പവർ മാത്രമേ ഉള്ളൂ. സുപ്രീം കോടതിനുള്ള അത്രയും പവർ ഹൈക്കോർട്ടിന് ഇല്ല. നെക്സ്റ്റ് 13ാമത്തെ ക്വസ്റ്റ്യൻ. വിത്ത് റെഫറൻസ് ടു ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ദർ ഇസ് ഓൺലി വൺ സിറ്റിസൺഷിപ്പ് ആൻഡ് വൺ ഡൊമിസൈൽ. A citizen by birth can become the head of state. Foreigner once granted the citizenship cannot be deprived of it under any circumstances. സിമ്പിൾ ആണ്. സിറ്റിസൺഷിപ്പ് ടോപ്പിക് പഠിച്ചവർക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും, അല്ലെങ്കിൽ ലക്ഷ്മികാന്ത് വായിച്ചവർക്കും പറയാൻ പറ്റും. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സിമ്പിൾ ആണല്ലേ? ശരിയാണ്. എന്താണ്, നമ്മുടെ രാജ്യത്ത് ഒരു സിറ്റിസൺഷിപ്പ് അല്ലേ ഉള്ളൂ? അല്ല, നമുക്ക് ഒന്ന് കൂടുതൽ സിറ്റിസൺഷിപ്പ് ഉണ്ടോ? ഇല്ല. നമ്മുടെ രാജ്യത്ത് ഒരു വ്യക്തിക്ക് എന്താണ്, ഒരു സിറ്റിസൺഷിപ്പേ പാടുള്ളൂ, ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് മാത്രമേ പറ്റുള്ളൂ, വേറെ ഒന്ന് കൂടുതൽ സിറ്റിസൺഷിപ്പ് പറ്റില്ല. അല്ലേ? വേറെ ഏതെങ്കിലും രാജ്യത്തെ സിറ്റിസൺഷിപ്പ് ഉള്ള വ്യക്തിക്ക് എന്താണ് ഇന്ത്യൻ സിറ്റിസൺ ആവാൻ പറ്റില്ല. അപ്പം ഒറ്റ സിറ്റിസൺഷിപ്പ് മാത്രമേ എന്താണ് നമ്മുടെ രാജ്യത്ത് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഓപ്ഷൻ 1 ശരിയാണ്. എന്താണ്, മോർ ദാൻ വൺ ഡൊമിസൈൽ പറ്റില്ല. എന്താണ് ഉദ്ദേശം എന്താ വെച്ചാൽ, ഒന്ന് കൂടുതൽ രാജ്യങ്ങളിൽ എന്താണ് സിറ്റിസൺഷിപ്പ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഉള്ള വ്യക്തിക്ക് എന്താണ് വേറൊരു ഫോറിൻ രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പ് കയ്യിൽ വെക്കാൻ പറ്റില്ല. ഈ രണ്ടാമത്തെ, എ സിറ്റിസൺ ബൈ ബർത്ത് can become the head of state. എന്താണ്, ജനിച്ച ബൈ ബർത്ത് വഴി പല രീതികളുണ്ട് സിറ്റിസൺഷിപ്പ് കിട്ടാൻ, നിങ്ങൾക്ക് അറിയായിരിക്കും. എന്താണ് ബൈ ബർത്ത്, ഓക്കെ, അതുപോലെ തന്നെ നാച്ചുറലൈസേഷൻ, രജിസ്ട്രേഷൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ 5 അങ്ങനെ ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിൽ സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത് കിട്ടിയവർക്ക് മാത്രമേ എന്താണ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആവാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അതായത് പ്രസിഡന്റ് ഒക്കെ ആവാൻ പറ്റുള്ളൂ. ശരിയാണോ? തെറ്റാണ്. USA അങ്ങനെയാണ്, അതായത് അമേരിക്കയിൽ അങ്ങനെയാണ്. സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത് ഉള്ളവർക്ക് മാത്രമേ എന്താണ് ഹെഡ് ഓഫ് സ്റ്റേറ്റ് ആവാൻ പറ്റുള്ളൂ. എന്നാൽ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ സിറ്റിസൺ ബൈ ബർത്തും നാച്ചുറലൈസ്ഡ് സിറ്റിസണും, അവർക്ക് രണ്ടുപേർക്ക് എന്താണ്, അവർക്കും ആവാം. സിറ്റിസൺ ബൈ ബർത്തിനും ആവാം, നാച്ചുറലൈസേഷൻ വഴി സിറ്റിസൺ ആയ വ്യക്തിക്കും എന്താണ് ഹെഡ് ഓഫ് സ്റ്റേറ്റ് ആവാം. അപ്പൊ അതുകൊണ്ട് ഇത് തെറ്റാണ്. ഇവിടെ ഓൺലി എന്ന് കൊടുത്തുകൊണ്ട് ഇത് തെറ്റാണ്. സിറ്റിസൺ ബൈ ബർത്ത് മാത്രമല്ല, നാച്ചുറലൈസേഷൻ വഴി സിറ്റിസൺ ആയ വ്യക്തിക്കും എന്താണ് പ്രസിഡന്റ് ആവാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ പ്രസിഡന്റ് ആണ്. ഇനി, എ ഫോറിനർ വൺസ് ഗ്രാൻഡഡ് ദ സിറ്റിസൺഷിപ്പ് കനോട്ട് ബി ഡിപ്രൈവ്ഡ് ഓഫ് ഇറ്റ് അണ്ടർ എനി സർക്കംസ്റ്റാൻസസ്. എന്താണ്, ഒരു ഫോറിനർ, ഒരു വിദേശിക്ക് നമ്മൾ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കൊടുത്തു എന്ന് വിചാരിക്കാം. അങ്ങനെ കൊടുത്തതിന് ശേഷം പിന്നെ ഒരിക്കലും അത് എന്താണ് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നാണ് എന്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ?
തെറ്റാണ് അല്ലെ? ഏതൊക്കെ രീതിയിലാണ് സിറ്റിസൺഷിപ്പ് കയ്യിൽ നിന്ന് പോവുക? 3 രീതിയുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും ഏതൊക്കെയാ? റിനൻസിയേഷൻ, ടെർമിനേഷൻ, ഡിപ്രിവേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ഓർത്ത് വയ്ക്കുക. ഏതൊക്കെ രീതിയിലാണ് സിറ്റിസൺഷിപ്പ് പോവുക? റിനൻസിയേഷൻ, ടെർമിനേഷൻ ആൻഡ് ഡിപ്രൈവേഷൻ. ഓക്കെ, എന്താ റിനൻസിയേഷൻ? അതായത് ഒരു സിറ്റിസൺ, ഇന്ത്യൻ സിറ്റിസൺ എന്താണ്, വോളണ്ടറി, അതായത് സ്വന്തമായിട്ട് അയാൾ സ്വയം എന്താണ്, ഈ സിറ്റിസൺഷിപ്പ് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണെങ്കിൽ അതാണ് റിനൻസിയേഷൻ. അദ്ദേഹം നോയിങ്ലി, ഇന്റൻഷനലി, വോളണ്ടറിലി എന്താണ്, സ്വന്തം സിറ്റിസൺഷിപ്പ് വേണ്ടാന്ന് വെക്കുകയാണ്. അതാണ് റിനൻസിയേഷൻ എന്ന് പറയാം. റിനൻസിയേഷൻ. ഈ ടെർമിനേഷൻ എന്താണ്? ടെർമിനേഷൻ എന്ന് പറയുന്നത് എന്താ? അതായത് ഒരു വ്യക്തി മറ്റൊരു രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്താൽ ഇത് സംഭവിക്കും, അയാളുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ടെർമിനേറ്റ് ആവും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒറ്റ സിറ്റിസൺഷിപ്പ് നമുക്ക് പറ്റുള്ളൂ. മറ്റു രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കയ്യിൽ വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു വ്യക്തി മറ്റൊരു രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പ് കയ്യിൽ വെച്ച് നേടിക്കഴിഞ്ഞാൽ, വോളണ്ടറിലി നേടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അദ്ദേഹത്തിന്റെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ടെർമിനേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ഇനി മൂന്നാമത്തെ എന്താണ്? ബൈ ഡിപ്രിവേഷൻ. എന്താണ്? അതായത് ഇപ്പൊ ഒരു വ്യക്തിക്ക് നമ്മുടെ രാജ്യം സിറ്റിസൺഷിപ്പ് കൊടുത്തു, ഒരു ഫോറിനർ ആയിക്കോട്ടെ. അങ്ങനെ കൊടുത്തതിന് ശേഷം അദ്ദേഹം ചില കാര്യങ്ങൾ ചെയ്തു. എന്തൊക്കെയാ? ഒന്നെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഇപ്പം ഫ്രോഡ് വഴിയാണ് സിറ്റിസൺഷിപ്പ് കിട്ടിയെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫോൾസ് റെപ്രസെന്റേഷൻ നടത്തി, അല്ലെങ്കിൽ എന്താ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്ലോയൽ ടു കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂഷനെതിരെ എന്തെങ്കിലും ചെയ്ത് വിചാരിക്കാം. ഒന്നെങ്കിൽ ഫ്രോഡ് വഴി, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ലോയൽറ്റി കാണിച്ചു, അല്ലെങ്കിൽ അൺലോഫുള്ളി എന്തെങ്കിലും ട്രേഡ്, നമ്മുടെ എനിമി, നമ്മുടെ ശത്രു രാജ്യങ്ങൾക്ക് എന്തെങ്കിലും ട്രേഡ് ചെയ്യേ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തു വിചാരിച്ചോ. അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അദ്ദേഹത്തിന്റെ സിറ്റിസൺഷിപ്പ് ഡിപ്രൈവ് ചെയ്യാൻ പറ്റും. അതായത് ഒഴിവാക്കാം, ഗവൺമെന്റിന് എന്താണ് വേണ്ടാന്ന് വെക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ കുറെ കണ്ടീഷൻസ് ഉണ്ട് എങ്ങനെയൊക്കെയാണ് ഡിപ്രൈവ് ചെയ്യാവുന്നത്. അതെന്താ? ഫ്രോഡ് വഴി, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ലോയാലിറ്റി ചെയ്യാം, അല്ലെങ്കിൽ ശത്രു രാജ്യങ്ങൾക്ക് കാര്യങ്ങൾ ഇൻഫർമേഷൻസ് കൊടുക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് യുദ്ധസമയത്ത് ശത്രു രാജ്യങ്ങൾക്ക് എന്താണ്, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡിപ്രൈവ് ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ ഓപ്ഷൻസ് 3 തെറ്റാണ്. വൺസ് ഗ്രാൻഡ് കനോട്ട് ബി ഡിപ്രൈവ് എന്നാണ് പറഞ്ഞത്. കനോട്ട് അല്ല, വേണമെങ്കിൽ ഗവൺമെന്റിന് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദ ബെസ്റ്റ് സേഫ് ഗാർഡ് ഓഫ് ലിബർട്ടി ഇൻ എ ലിബറൽ ഡെമോക്രസി? എന്താ ലിബർട്ടി? നമ്മൾ മുന്നത്തെ ക്ലാസ്സിലൊക്കെ കുറെ തവണ പറഞ്ഞതാണ്. എന്താ ലിബർട്ടി? ഫ്രീഡം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫ്രീഡം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എന്താണ്, കുറച്ചുകൂടെ വാസ്റ്റ് ആയിട്ടുള്ള, കുറച്ച് ബ്രോഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ലിബർട്ടി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെയുള്ള നിയമങ്ങൾ, ആ നിയമത്തിനുള്ളിൽ വെച്ച് നമുക്ക് ലഭിക്കുന്ന ഫ്രീഡം ഉണ്ടല്ലോ, അതായത് നിയമത്തിനുള്ളിൽ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതാണ് ലിബർട്ടി. ഓക്കെ, നമുക്കുള്ള ഫ്രീഡം, നിയമത്തിനുള്ളിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ലിബർട്ടി എന്ന് പറയാം. അതായത് എന്താ, ആ നിയമത്തിനുള്ളിൽ നിയമം തെറ്റിക്കാതെ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. പക്ഷെ നിയമം തെറ്റിച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലേ? അതാണ് ലിബർട്ടി. എന്താ, ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടാവും. ഓക്കെ, ഫ്രീഡം ആണെങ്കിൽ നമുക്ക് റെസ്ട്രിക്ഷൻ ഉണ്ടാവും. ഓക്കെ, ലിബർട്ടിയിൽ ഫ്രീഡം എന്ന് പറയുന്ന വാക്ക് എന്താണ്, കുറച്ചുകൂടി ബ്രോഡ് ആയിട്ടുള്ളതാണ്. അതായത് കംപ്ലീറ്റ് ഫ്രീഡം, നമുക്ക് എന്തും ചെയ്യാം, അങ്ങനെ ആ ഒരു ബ്രോഡ് ആയിട്ടുള്ള മീനിങ് ആണ് വരുന്നത്. ലിബർട്ടി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു നിയമത്തിന്റെ അകത്ത് നിന്നുള്ള ചെയ്യുന്ന കാര്യങ്ങൾ. അതായത് ആ നിയമത്തിന്റെ അകത്ത് നിന്ന് നമുക്ക് നിയമം തെറ്റിക്കാതെ നമുക്ക് എന്തും ചെയ്യാം. ഓക്കെ, പക്ഷെ എന്താണ്, ആ നിയമം തെറ്റിച്ചുകൊണ്ടൊന്നും ചെയ്യാനുള്ള അധികാരം നമുക്കില്ല. അതാണ് ലിബർട്ടി. ഇനി, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ബെസ്റ്റ് സേഫ് ഗാർഡ് ഓഫ് ലിബർട്ടി ഇൻ ലിബറൽ ഡെമോക്രസി? ഏതൊക്കെയാ? ഈ കമ്മിറ്റഡ് ജുഡീഷ്യറി ആണോ? സെൻട്രലൈസേഷൻ ഓഫ് പവർ ആണോ? എലക്ടഡ് ഗവൺമെന്റ് ആണോ? സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ആണോ? ഇതിൽ ഏതാണ് ലിബർട്ടി സേഫ് ഗാർഡ് ചെയ്യുന്നത്? കമ്മിറ്റഡ് ജുഡീഷ്യറി ആണോ? സെൻട്രലൈസേഷൻ ഓഫ് പവേഴ്സ് ആണോ? എലക്ടഡ് ഗവൺമെന്റ് ആണോ? അതോ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ആണോ? UPSCയുടെ ആൻസർ എന്ന് പറയുന്നത് കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്, സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ആണ്. ലിബറൽ ഡെമോക്രസി എന്താണ്? സെപ്പറേഷൻ ഓഫ് പവേഴ്സ് മീൻസ് എന്താ, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്ന് 3 സെപ്പറേഷൻ ഉണ്ടല്ലോ, അതാണ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന പവേഴ്സ് ആണ് ലിബർട്ടി സേഫ് ഗാർഡ് ചെയ്യാനുള്ള ബെസ്റ്റ് കാര്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താ ഉദ്ദേശിച്ചത്? എന്താ, അതായത് അങ്ങനെ പവർ സെപ്പറേറ്റ് കൊടുക്കുമ്പോൾ, അതായത് ലെജിസ്ലേച്ചറിനും എക്സിക്യൂട്ടീവിനും ജുഡീഷ്യറിനും സെപ്പറേറ്റ് ചെയ്ത് പവർ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഏതെങ്കിലും ഒരു ബ്രാഞ്ചിന്റെ കയ്യിൽ കൂടുതൽ പവർ ഉള്ള ഒരു അവസ്ഥ വരുന്നില്ല, അല്ലെ? അതായത് എക്സിക്യൂട്ടീവിന്റെ കയ്യിൽ എക്സസ് പവർ വരുന്നില്ല, ജുഡീഷ്യറിയുടെ കയ്യിൽ മാത്രം എക്സസ് പവർ വരുന്നില്ല, അല്ലെങ്കിൽ ലെജിസ്ലേച്ചറിന്റെ കയ്യിൽ മാത്രം എക്സസ് പവർ വരുന്നില്ല.
എല്ലാവരും എന്താണ് കൃത്യമായിട്ട് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഉള്ളത് കൊണ്ട് എന്താ ലിബർട്ടി സേഫ് ഗാർഡ് ചെയ്യപ്പെടും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ മാത്രം കൂടുതൽ പവർ ഉള്ളതുകൊണ്ട് പവർ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കൃത്യമായിട്ട് ജനങ്ങൾക്ക് ലിബർട്ടി കിട്ടില്ല. ഓക്കെ, അപ്പോൾ സെപ്പറേഷൻ ഓഫ് പവർ ആണ് ഏറ്റവും ബെസ്റ്റ് ഫാക്ടർ, ബെസ്റ്റ് സേഫ് ഗാർഡ്. ഓക്കെ, കൃത്യമായിട്ട് ഒരാളുടെ ഒരു ബ്രാഞ്ചിൽ മാത്രം ഒരു ബ്രാഞ്ച് ഓഫ് ഗവൺമെന്റിൽ മാത്രം പവർ അക്യുമുലേറ്റ് ചെയ്യാതെ അത് കൃത്യമായിട്ട് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ചെയ്യുക. അതാണ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. ഓക്കെ, ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു 3 ക്വസ്റ്റ്യൻ കൂടി ഉള്ളു. ഓക്കെ, നോക്കാം. We adopted parliamentary democracy based on the British model. But how does our model differ from that model? നമ്മൾ പാർലമെന്ററി ഡെമോക്രസി എന്ന സംഭവം എടുത്ത് എവിടുന്നാണ്? ബ്രിട്ടീഷുകാരിൽ നിന്നാണ് അല്ലെ, ബ്രിട്ടീഷിൽ നിന്നാണ് എടുത്തത്. എന്നാൽ കുറച്ച് കാര്യങ്ങൾ അത് ഡിഫർ ചെയ്യുന്നുണ്ട്. സെയിം ബ്രിട്ടീഷുകാരെ പോലെയല്ല, ചില കാര്യങ്ങളിൽ ഡിഫറൻസ് ഉണ്ട്. എന്തൊക്കെയാണത്? As regards legislation, the British Parliament is supreme or sovereign, but in India, the power of Parliament to legislate is limited. In India, matters related to constitutionality of the amendment of an act. In India, matters related to the constitutionality of the amendment of an act of the Parliament are referred to the constitutional bench by the Supreme Court. ഈ രണ്ട് കാര്യങ്ങളും ബ്രിട്ടീഷ് മോഡലായിട്ട് ഡിഫറെന്റ് ആണോ? ആ ചോദ്യം. ഇവിടെ ആൻസർ വരുന്നത് രണ്ടും ശരിയാണ്. ബോത്ത് വട്ട് ആൻഡ് സി ആണ്. എന്താണ് ബ്രിട്ടീഷിൽ അവിടെ പാർലമെന്റ് വളരെ സുപ്രീമാണ്, സോവറിൻ ആണ്. പക്ഷെ ഇന്ത്യയിൽ എങ്ങനെയാണോ? ഇന്ത്യയിൽ ഇവിടുത്തെ പാർലമെന്റ് തോന്നുന്ന പോലെ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. എന്താണ് ഇവിടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് സുപ്രീം, നമ്മുടെ ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയാണ് ഏറ്റവും സുപ്രീം. ഭരണഘടനയിൽ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് ഒരു ഗവൺമെന്റിനും നിയമം ഉണ്ടാക്കാനൊന്നും പറ്റില്ല. അപ്പം ഇന്ത്യയിൽ പാർലമെന്റിന്റെ പവർ, ലെജിസ്ലേഷൻ പവർ വളരെ കുറവാണ്, ലിമിറ്റഡ് ആണ്. എന്നാൽ ബ്രിട്ടീഷിൽ അങ്ങനെയല്ല, അവിടെ സുപ്രീമാണ് പാർലമെന്റ് പവർ, സോവറിൻ ആണ്. ഓക്കെ, ഇവിടെ ഇവിടെ പാർലമെന്റ് പാസ്സാക്കിയ ലോ എന്ത് ചെയ്യാം? ജുഡീഷ്യറിക്ക് വേണമെങ്കിൽ റിവ്യൂ നടത്താം, വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയുക വരെ ചെയ്യാം അല്ലെ. അപ്പൊ ലിമിറ്റഡ് പവേഴ്സ് ആണ്. ഇൻ ഇന്ത്യ, matters related to the constitutionality of the amendment of an act of the parliament are referred to the constitutional bench by the Supreme Court. അല്ലെ, ഇവിടെ തോന്നുന്ന പോലെ പാർലമെന്റ് നിയമം ഉണ്ടാക്കാൻ പറ്റുമോ? ഏതെങ്കിലും നിയമത്തിൽ ഏതെങ്കിലും ആക്ടിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസ് വരുവാണെങ്കിൽ എന്താ സംഭവിക്കാം? സുപ്രീം കോടതി അല്ലെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂ നടത്താം. സുപ്രീം കോടതി കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിലേക്ക് അത് വിടാം. അവർക്ക് വേണമെങ്കിൽ അത് നോക്കിയിട്ട് വേണമെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ നിയമം വരെ കട്ട് ചെയ്ത് കളയാം അല്ലെ. അപ്പൊ അതുകൊണ്ട് അതും ശരിയാണ്. ബ്രിട്ടീഷിൽ അങ്ങനെയല്ല, അവിടെ പാർലമെന്റ് ഉണ്ടാക്കിയ നിയമം എന്ന് പറഞ്ഞാൽ സുപ്രീമാണ്, പാർലമെന്റ് സുപ്രീമാണ്, അവർക്ക് എന്ത് തോന്നിയ പോലെ ചെയ്യാം. ഇനി 16ാമത്തെ, വിത്ത് റെഫറൻസ് ടു ദി യൂണിയൻ ഗവൺമെന്റ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. N. Gopalaswamy Iyengar Committee suggested that a minister and a secretary be designated solely for pursuing the subject of administrative reform and promoting it. In 1970, the Department of Personnel was constituted on the recommendation of the Administrative Reform Commission 1966, and this was placed under the Prime Minister's charge. ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചത്. N. Gopalaswamy Iyengar എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തതാ? റീഓർഗനൈസേഷൻ ഓഫ് സെൻട്രൽ സെക്രട്ടേറിയറ്റ്. റീഓർഗനൈസേഷൻ ഓഫ് ദ സെൻട്രൽ സെക്രട്ടേറിയറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് N. Gopalaswamy Iyengar. അദ്ദേഹം ഈ സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ ഗവൺമെന്റിലെ ഡിപ്പാർട്ട്മെന്റ്സിന്റെ എണ്ണം കുറയ്ക്കണം, അല്ലെങ്കിൽ അതുപോലെ തന്നെ മിനിസ്ട്രീസിന്റെ കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഡിപ്പാർട്ട്മെന്റുകളുടെ എണ്ണം കുറയ്ക്കണം, അല്ലെങ്കിൽ മിനിസ്ട്രീസിന്റെ കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു റെക്കമെൻഡേഷൻ അദ്ദേഹം കൊടുത്തിട്ടില്ല. മിനിസ്റ്റർ ആൻഡ് സെക്രട്ടറി ബി ഡെസിഗ്നേറ്റഡ് സോളി ഫോർ പെർസ്യൂയിങ് ദ സബ്ജക്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം ആൻഡ് പ്രൊമോട്ടിംഗ് ഇറ്റ്. അങ്ങനെ കാര്യം അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ അത് തെറ്റാണ്. ഇനി in 1970, the Department of Personnel was constituted on the recommendation of the Administrative Reform Commission 1966, and this was placed under the Prime Minister's charge. ശരിയാണോ? ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇവിടെ വരെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇവിടെ വരെ വേറെ രണ്ടാമത് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. രണ്ടും ശരിയാണോ നോക്കണം. രണ്ടും ശരിയാണ്. അപ്പൊ ബി ആണ് ആൻസർ. ഏതാണ്? 1966 ഒന്നാമത്തെ ARC, അതായത് ഒന്നാം അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ ആണെന്ത്, അത് ബന്ധപ്പെട്ടാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ വന്നത്. ഓക്കെ, അതിന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് നിലവിൽ വന്നത്. ഓക്കെ,
ഇത് ആളുടെ അണ്ടറിലാണ് വെച്ചിരിക്കുന്നത്, പ്രൈം മിനിസ്റ്ററിന്റെ അണ്ടറിലാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ ഉള്ളത്. അതും ശരിയാണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ്, വളരെ 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 സിമ്പിൾ ക്വസ്റ്റ്യൻ. റൈറ്റ് ടു പ്രൈവസി ഈസ് പ്രൊട്ടക്റ്റഡ് അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? റൈറ്റ് ടു പ്രൈവസി ഏതിലാണ് വരുന്നത് ചോദ്യം. വളരെ സിമ്പിൾ ആണ്. ഏതിലാ വരിക? ഓപ്ഷൻ സി ആണ് ആർട്ടിക്കിൾ 21. എന്താണ് ആർട്ടിക്കിൾ 21? ഫണ്ടമെന്റൽ റൈറ്റ് ആണല്ലേ. റൈറ്റ് ടു പ്രൈവസി, നമ്മുടെ പ്രൈവസിന്റെ റൈറ്റ് എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഓക്കെ, അത് ഏതിലാ വരുന്നത്? ആർട്ടിക്കിൾ 21 ആണ്. എന്താണ് ആർട്ടിക്കിൾ 21? റൈറ്റ് ടു ലൈഫ്. ഈ റൈറ്റ് ടു ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. റൈറ്റ് ടു ലൈഫ് എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കല്ല, അതിനുള്ളിൽ കുറെ കാര്യങ്ങൾ വരും. റൈറ്റ് ടു മാരേജ്, റൈറ്റ് ടു, അങ്ങനെ കുറെ സാധനങ്ങൾ വരുന്നുണ്ട്. അതുപോലെ അതിനെന്താണെന്ത്? ഈ റൈറ്റ് ടു പ്രൈവസി. ഓക്കെ, ഈ അടുത്തൊരു ഒരു ഫേമസ് കേസ് ഉണ്ട് 2017. എന്താണ്? പുട്ടുസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കേസ് ഉണ്ടായിരുന്നു. ആ കേസിൽ എന്താണ് സുപ്രീം കോടതി പറഞ്ഞു, റൈറ്റ് ടു പ്രൈവസി എന്താണ് ഈ ആർട്ടിക്കിൾ 21 വരും, റൈറ്റ് ടു ലൈഫിന്റെ അണ്ടറിൽ വരുന്നത് സുപ്രീം കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പുട്ടസ്വാമി കേസ് എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കാം. പുട്ടസ്വാമി ആ കേസ് എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കുക. അത് എന്താണ്? റൈറ്റ് ടു പ്രൈവസി ആയിട്ട് ബന്ധപ്പെട്ട കേസാണ് 2017. ആ കേസ് എന്താണ് സംഭവിച്ചത്? റൈറ്റ് ടു പ്രൈവസി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് ജുഡീഷ്യറി എന്താ ജഡ്ജ്മെന്റ് കൊടുത്തു. ഓക്കെ, അവിടുത്തെ 9 ജഡ്ജ് ബെഞ്ചായിരുന്നു. ആ 9 ജഡ്ജ് ബെഞ്ചിൽ എല്ലാവരും കൂടെ എന്താ പറഞ്ഞു? ഒരുമിച്ച് ഒരേ സമയത്ത് യുനാനിമസ്ലി ആയിട്ട് എന്ത് പറഞ്ഞു? റൈറ്റ് ടു പ്രൈവസി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഓക്കെ, അണ്ടർ ഏത് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 21. ഓർത്ത് വെക്കുക, റൈറ്റ് ടു പ്രൈവസി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് അണ്ടർ ആർട്ടിക്കിൾ 21, റൈറ്റ് ടു ലൈഫ്. ഓക്കെ, അത് ഓർത്ത് വെക്കുക. ഇനി 18ാമതൊരു ചോദ്യമുണ്ട്. പക്ഷേ ഈ ചോദ്യം എന്താണ്? UPSC കട്ട് ചെയ്ത് കളഞ്ഞാണ്. ഈ ഒരു ചോദ്യം ഒഴിവാക്കിയ ചോദ്യമാണ്. എന്നാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചോക്കാം അല്ലെ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഇൻ ഇന്ത്യ ദർ ഇസ് നോ ലോ റെസ്ട്രിക്റ്റിംഗ് ദ കാൻഡിഡേറ്റ് ഫ്രം കണ്ടസ്റ്റിംഗ് ഇൻ 1 ലോക്സഭ ഇലക്ഷൻ ഫ്രം 3 കോൺസ്റ്റിറ്റ്യുവൻസീസ്. എന്താണ്? ഇൻ ഇന്ത്യ ദർ ഇസ് നോ ലോ റെസ്ട്രിക്റ്റിംഗ് ദ കാൻഡിഡേറ്റ്സ് ഫ്രം കണ്ടസ്റ്റിംഗ് ഇൻ 1 ലോക്സഭ ഇലക്ഷൻ ഫ്രം 3 കോൺസ്റ്റിറ്റ്യുവൻസീസ്. എന്നാൽ 1951 റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് പ്രകാരം എന്താണ്? മാക്സിമം 2 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മാത്രമേ എന്താണ് പറ്റുള്ളൂ. 3 സ്ഥലത്ത് ഒരേ സമയത്ത് എന്താണ്? ഇപ്പൊ നമ്മുടെ രാഹുൽ ഗാന്ധി ഒക്കെ നിന്നില്ലേ 2 സ്ഥലത്ത് ഒരേ സമയത്ത്? ഇവിടെ വയനാട് നിന്നു, അവിടെ നിന്നു. അപ്പം അങ്ങനെ 2 സ്ഥലത്ത് മാക്സിമം നിൽക്കാം. പക്ഷെ എന്താണ്? 3 സ്ഥലത്ത് ഒരേ സമയത്ത് നിൽക്കാൻ പാടില്ല. ഓക്കെ, എന്നാൽ 1991 ലോക്സഭ ഇലക്ഷനിൽ ശ്രീ ദേവിലാൽ കണ്ടസ്റ്റഡ് ഫ്രം 3 ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസീസ്. അത് ശരിയാണ്. ഓക്കെ, ശരിക്കും 2 നിൽക്കാൻ പാടില്ല. എന്നാൽ പോലും എന്താണ്? ഈ ദേവിലാൽ എന്ന് പറഞ്ഞ വ്യക്തി 3 സ്ഥലത്ത് നിന്നു. ഓക്കെ, കോമഡി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ 3 സ്ഥലത്തുകൾ പൊട്ടി. ഓക്കെ, ഹരിയാന വെച്ചിട്ടായിരുന്നു. ഹരിയാനയില് ഈ ദേവിലാൽ എന്ന് പറഞ്ഞ വ്യക്തി 3 സ്ഥലത്ത് നിന്നു. 3 സ്ഥലത്തും അദ്ദേഹം പൊട്ടി. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 3ാമത്തെ സ്റ്റേറ്റ്മെന്റ്, ആസ് പെർ ദ എക്സിസ്റ്റിംഗ് റൂൾസ്, ഇഫ് എ കാൻഡിഡേറ്റ് കണ്ടസ്റ്റ് ഇൻ 1 ലോക്സഭ ഇലക്ഷൻ ഫ്രം മെനി കോൺസ്റ്റിറ്റ്യുവൻസീസ്, ഹിസ് ഓർ എ പാർട്ടി ഷുഡ് ബിയർ ദ കോസ്റ്റ് ഓഫ് ബൈ ഇലക്ഷൻ ടു ദ കോൺസ്റ്റിറ്റ്യുവൻസീസ്. എന്താണ്? ഇപ്പം ഒരു വ്യക്തി രാജിവെച്ചു. അതായത് ഇപ്പൊ നമുക്കിവിടെ കാണാം, ചില MLA മാർ രാജിവെച്ച് MP മാരാവാൻ മത്സരിക്കല്ലേ. അവർ MP മാരായി കഴിഞ്ഞാൽ എന്താണ്? ആ MLA സീറ്റ് വേക്കന്റ് ആണ്. അപ്പൊ എന്താ? അവിടെ വീണ്ടും ഇലക്ഷൻ വരും അല്ലെ. അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും MP MLA മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വീണ്ടും എന്താ ഇലക്ഷൻ വരും അല്ലെ. അപ്പൊ അങ്ങനെ ബൈ ഇലക്ഷൻസ് വരുന്ന സമയത്ത് അതിന്റെ കോസ്റ്റ്, അതിന്റെ എന്താ പണം, അതിന്റെ ആവശ്യമുള്ള കോസ്റ്റ് ഒക്കെ നോക്കുന്ന ആരാണ്? അതാത് പാർട്ടികളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു MLA അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസി വെക്കേറ്റ് ചെയ്തിട്ട് MP ആണെന്ന് വിചാരിച്ചു. അപ്പൊ അവിടെ വീണ്ടും ഇലക്ഷൻ വരുമ്പോൾ ആ MLA ആ വ്യക്തിയുടെ പാർട്ടി ആയിരിക്കണം ബിയർ ചെയ്യേണ്ടതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഓക്കെ, ഇവിടുത്തെ എല്ലാ ചെലവും നോക്കുന്ന ആരാണ്? അത് എപ്പോഴും ആരാണ് നോക്കുന്നത്? ഇപ്പൊ ബൈ ഇലക്ഷൻ ആയിക്കോട്ടെ, മറ്റേ ബാക്കിയുള്ള ഇലക്ഷൻ ആയിക്കോട്ടെ, അതിൽ ചെലവൊക്കെ നോക്കുന്ന ആരാണ്? വൺ ആൻഡ് ഓൺലി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് ഇതുപോലത്തെ ബൈ ഇലക്ഷൻസ് വരുന്ന സമയത്ത് അതിന്റെ എല്ലാ ചെലവൊക്കെ ബോൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ തെറ്റാണ്. ഇവിടെ ഓപ്ഷൻ 1 and 3 ഉണ്ട്, ശരിയാണ്. എന്നിട്ടും എന്താണ്? UPSC ഈ ക്വസ്റ്റ്യൻ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ ഈ ക്വസ്റ്റ്യൻ UPSC ഒഴിവാക്കിയ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം
ഇന്ന് ഇത്രേ ക്ലാസ് ഉള്ളൂ. 18 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അടുത്ത ക്ലാസ്സിൽ 2022 നോക്കും. അതുപോലെ ഞാൻ പറഞ്ഞു മറ്റ് സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകളും ഇതുപോലെ നടക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും നിങ്ങൾ യൂട്യൂബിൽ ഫോളോ ചെയ്യുക, വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിലേക്കും മറ്റ് ഫാമിലി മെമ്പേഴ്സിലേക്കും ഷെയർ ചെയ്യാം. അതായത് UPSC താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്യാം. പിന്നെ KAS ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അതിലും നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മൾ UPSC KAS ക്ലാസ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫൗണ്ടേഷൻ ബാച്ചിന് ക്ലാസ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ UPSCയുടെ തന്നെ ടോപ്പിക് വൈസുള്ള ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, സി യു. കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.